ഫുഡിന് ഇങ്ങനെ മതി വെള്ളം. പ്രശ്നം അല്ല മസ്കക്ക് ഞാൻ ഉണ്ടാക്കി പോയി. എനിക്ക് മമ്മനെ ഇന്റെ കംപ്ലീറ്റ് ആയ ആരും ഉറക്കത്തിന്ന് എണീറ്റ് വരികയാണ് കേട്ടോ. അതാണ് അന്തം വിട്ട് നിക്കണത്. അതെ ഗൈസ്, അപ്പോ ഇന്നത്തെ പരിപാടി എന്താണ് ഹിബ പറഞ്ഞു കൊടുക്കൂ. നമ്മൾ ഇന്ന് യാര ബേബിനെ പോലെ ആവാൻ വേണ്ടി പോവാണ്. എന്താ വെച്ചാല് ഗൈസ് ഇന്ന് നമ്മള് യാര ബേബിന്റെ ഫുഡാണ് കേട്ടോ ഒരു ദിവസം ഫുള്ള് തിന്നാൻ വേണ്ടി പോണത് അല്ലെ. അപ്പൊ ഉച്ചക്കാണ് നമ്മൾ വീഡിയോ തുടങ്ങണത് ബിക്കോസ് നല്ല ഉറക്കായിരുന്നു അല്ലേ. അപ്പൊ എന്തായാലും ഗൈസ് ഇനി നമ്മള് യാര ബേബിന്റെ ഫുഡാണ് ഇന്ന് ഒരു ദിവസം ഫുള്ള് തിന്നാൻ പോണത്. യാര ബേബി എന്തൊക്കെ തിന്നാറുള്ളത് എന്നൊക്കെ നമുക്ക് കാണാം. വരണ്ട ജീവിതമാവുന്ന തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് യാരെന്താ തിന്നുന്നുള്ള നമുക്ക് കാണാം. ഇന്ന് ഇവിടെ എന്തൊക്കെയാണ് യാരൊക്കെ നമ്മൾ കൊടുക്കലെന്നൊക്കെ കാണാവുന്നതാണ് അല്ലേ ഹിബ? യെസ് സ്റ്റാർട്ട്. അപ്പൊ ഇന്ന് ബേബി ഫുഡ് ഈറ്റിംഗ് ഫോർ 24 hours ആണ്. അപ്പൊ വീട്ടിൽ ഒരുപാട് പണികളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ ഹിബ? അപ്പൊ കുറച്ച് വൃത്തി കുറവുണ്ടാവും. അല്ലെങ്കിൽ വൃത്തിയൊന്നും ഇല്ലായിരുന്നു, അതാണ് കാര്യം. പക്ഷെ ഇവിടെ ഇപ്പൊ കുറച്ചുകൂടി വൃത്തികേടായിട്ടുണ്ട്. പെയിന്റ് ഒക്കെ അടിക്കാട്ടോ. അടിയില്ലേ പെയിന്റ് അടിക്കുന്നുണ്ട്. ഇവിടെ പണിക്കാരുണ്ട്. ഫുൾ അലമ്പായി കിടക്കാണ്. കുറച്ച് പുട്ടി മാറിയിട്ട് കുറച്ച് പുട്ടാണെങ്കിൽ എടുത്താള്. ആ പുട്ടിയൊക്കെ വർക്കിട്ട് നമുക്ക് പുട്ടാക്കി തിന്നാം. അപ്പൊ ഇവിടെ കുറച്ച് വൃത്തി കുറവ് പരിപാടികളൊക്കെ ഉണ്ട്. എടുത്തോ നമുക്ക് കാസറോൾ എടുത്ത് പുട്ടാക്കി തിന്നാം. അല്ല ആ പുട്ടി എടുത്ത് എന്റെ മുഖത്ത് കുറച്ചിടാ. ഏതായാലും പുട്ടി ഇടണല്ലോ. നിർത്തി. I stopped makeup because ഇപ്പൊ ഞാൻ ഒരു മേക്കപ്പ് ചെയ്യല്ല. വിത്തൗട്ട് മേക്കപ്പ് എന്നെ കാണുന്ന എങ്ങനെയുണ്ടെന്ന് ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്യണം. എന്നെ കാണാൻ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എനിക്ക് സങ്കടമാകും. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ വിശക്കുന്നുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? അപ്പൊ എന്ത് വേണം? മുത്താറി വേണോ, കഞ്ഞി വേണോ, റാഗി വേണോ? എന്താ നമ്മള് യാരക്ക് കൊടുക്കല്? അത് മതി നമുക്ക്. ഓക്കെ, യാരക്ക് ഏതാ ഏറ്റവും ഇഷ്ടം? കഞ്ഞിയല്ലേ അല്ലേ? കഞ്ഞി ഇപ്പൊ തിന്നണം. ഇനി കഞ്ഞി കൊടുക്കൂല, ഇനി വേറെ ഫുഡാ. ഇപ്പൊ നമുക്ക് ഞാൻ ഉണ്ടാക്കിയൊരു ഫുഡ് ഉണ്ട് യാര ബേബിക്ക്. എന്തൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഗൈസ്? അപ്പൊ എന്തായാലും ഫസ്റ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇതിപ്പോ കണ്ടോ, വീഡിയോന്റെ സമയത്ത് മാത്രം വിരിയുന്ന പുഷ്പമായ പുഷ്പരാജ് ഫസി, അല്ലെങ്കിൽ പരിസരത്ത് മസിട്ടോക്കിയ പോലും കാണൂല. അവിടെയുള്ള ആ സോഫയില് ഇങ്ങനെ മലർന്ന് കിടക്കും എന്റെ പപ്പ. ഇപ്പൊ കണ്ടോ, വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തൊരു നല്ല ഭർത്താവ്, മാതൃകാ ഭർത്താവ് കേട്ടോ. അവാർഡ് ഉണ്ട് മോനെ, അവാർഡ് കൊടുക്കണം. ഫസിക്ക് അവാർഡ് കൊടുക്കണം. ഇങ്ങനെ സാധിക്കുന്നു ഫസ്കക്ക് ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് ആവാന്? ഇങ്ങനെ സാധിക്കുന്നു. അപ്പൊ ഇതാണ് യാര ബേബിന്റെ ഫുഡ് കേട്ടോ. ഇതല്ല, ഇത് ഞാൻ പാലിലിട്ട് കടിക്കണ പൊടിയാണ്. ഇതിന്റെ ഉള്ളിലാണ് ഞാൻ എന്റെ ഫുഡ് ഉണ്ടാക്കി വെച്ചത്. യെസ്, ഞാനിപ്പോ ബേബിന്റെ ഫുഡ്സ് ഒക്കെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കലാണ്. സെർലാക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ കൊടുക്കല്ല. ദുബായ് പോയ സമയത്ത് എന്റെ അടുത്ത് ഈ സാധനം ഇല്ലാത്തോണ്ട് മാത്രം കൊടുത്തിരുന്നു. അല്ലാത്ത സമയത്തൊന്നും ഞാൻ കൊടുക്കല്ല. അത് നല്ലതായിരുന്നു. ഇതാണ് ഞാൻ ഉണ്ടാക്കി പൊടിട്ടോ. ഹെൽത്തി എന്ന് പറഞ്ഞാല് അടിപൊളി. മറ്റേ പൊടിയല്ലേ നമ്മള് പൂരം വറുത്തതോ? പീനട്ട് ബട്ടറിന്റെ മണാണ് ഇതിനുള്ളത്. ആരെങ്കിലും തിന്നാല് പെട്ടെന്ന് ഉറങ്ങും. നല്ല ഹെൽത്തി ഗുണങ്ങളുള്ള സാധനങ്ങളായ. അല്ല മയക്ക് പൊടിയാവും ഈ ഉണ്ടാക്കിയതല്ലേ, ആൾക്കാരെ മയക്ക് വീട്ടുന്ന സംയമനം പാലിക്കുക. ഇത് ഒരു സ്പൂണൊക്കെയാണ് ഞാൻ ആരൊക്കെ എടുക്കല്. നമുക്ക് കാണുമ്പോ 3 സ്പൂൺ. എനിക്ക് ചെറിയ പാത്രത്തിൽ മതി. അല്ല 2 സ്പൂൺ മതി. ബാക്കി അമ്പിക്കത്ത് ചോറ് വാങ്ങി തിന്നുണ്ട്. അതാ നമ്മളെ ഇപ്പൊ ഇവിടെ എന്തൊക്കെ പരിപാടികളൊക്കെ തുടങ്ങി. ഇങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടി പോകണം. 3 ആൾക്കാന്ന് കുക്ക് ചെയ്യണ്ടേ അല്ലേ? ഇതാണ് യാരന്റെ പാത്രം. യെസ്, അപ്പൊ ഇതിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോണ യാര. എന്തൊക്കെ പൊടിയൊക്കെ ഇട്ടിട്ട് ഹിബൻ ഉണ്ടാക്കണാണ്. ടേസ്റ്റ് ഇതാണ്ട് തിന്നു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. കുട്ടികളെ ഹെൽത്തി ആയിട്ട് ഓടിച്ചാടി പയറ് മണികൾ പോലെ നടക്കും. അതെ അതെ അതെ. അപ്പൊ എന്തായാലും ഒഴിച്ചിട്ട് നന്നായിട്ട് വരകി എടുത്തിട്ട് കുറുക്കി എടുക്കണം. ഞാൻ ഇവിടെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കട്ട കുട്ടാണ്ട് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിം മതി. നല്ല ചൂടുള്ള നമ്മുടെ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സെർലാക്ക്. അതില് മഖാന, പിന്നെ അതുപോലെ കുറച്ച് നട്ട്സ് ഉണ്ട്, പിന്നെ അവില്, പിന്നെ എന്താ ഉള്ളത്, പിന്നെ എന്തോ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. ഇത് ഞാന് കണ്ടുപിടിച്ച റെസിപ്പിയാണ്.
യൂട്യൂബ് നോക്കിട്ടാവും. അല്ല, യൂട്യൂബ് നോക്കി ഗൂഗിൾ നോക്കി ഇന്നൊരു പാക്കാക്കി ഇറക്കുക, എല്ലാവർക്കും വാങ്ങിക്കോട്ടെ, എല്ലാരും വാങ്ങിക്കോട്ടെ എന്റെ അടുത്തൊന്ന്. നിങ്ങൾ കമന്റ് ചെയ്താൽ ഞാൻ പാക്ക് ഉണ്ടെന്നായി ഒരു ഗിവ് അവേ ആയിട്ട് തരുന്നതാണ്. ഇപ്പൊ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബേബി ഫുഡ്സ് ഉണ്ടാക്കും കേട്ടോ. ഓക്കെ ബാ എടുക്കാം ബാ. ഇതാണ് കേട്ടോ ഫുഡ്. ഇത് എന്റെ ഫുഡ്, ഇത് ഹിബന്റെ ഫുഡ്. ഈ ആരുടെ ഫുഡ്? എന്റെ ഫുഡ് ഏതാ? ഗൈസ്, അപ്പൊ ഇതാ 3 ഫുഡാണല്ലോ. അപ്പൊ ഇന്ന് നമ്മള് യാര ബേബിന്റെ ഫുഡാണ് കഴിക്കാൻ വേണ്ടി പോണത്. അപ്പൊ യാര ബേബിന്റെ വിഷമങ്ങളൊക്കെ നമുക്ക് ഇന്ന് മനസ്സിലാവും. യാ ഗൈസ്, അപ്പൊ എന്തായാലും ലെറ്റ്സ് ട്രൈ. ഇത് എന്താ ഹിബ? ഫസ്റ്റ് ഹിബ തിന്നു. യാരാണ് നമ്മളെ പരീക്ഷണ വസ്തു. യാര് തിന്നു? അമ്മന്റെ സെർലാക്ക് എങ്ങനെയുണ്ട്? സൂപ്പർ. എന്തോ ഹെൽത്ത് മിക്സാ, ഭയങ്കര. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിലൂടെ പപ്പട അച്ചാറൊന്നും വേണ്ട. ഈ തിന്നു, ഹിബ തിന്നിട്ടോ. എടാ ഞാൻ എന്നും ഉണ്ടാക്കുമ്പോ തിന്നണ കണ്ട. സൂപ്പർ സാധനാണ്. പക്ഷെ പഞ്ചസാര ഇടും. പഞ്ചസാര ഒന്നും ഇടൂല. ഇവൾക്ക് പഞ്ചസാര ഇടല്ലേ അല്ലേ? അപ്പൊ നമ്മൾ അതേപോലെ തിന്നണം. നമുക്ക് പഞ്ചസാര പ്രശ്നമില്ല. ഇത്തിരി ഹണി ഇട്ടണ്, പക്ഷെ അത് അറിയൂല. വെറുതെ വെള്ളം തരാൻ മാറ്റാ. നോക്കാം. ഇതാണ് യാര തിന്നണേ. യാരാ അങ്ക് ഞാൻ വല്ല KFC എങ്ങനെ മേടിച്ചത്? ഇത് എന്ത് ഊള ഫുഡാടോ. ഇപ്പൊ തന്നെ KFC വാങ്ങിക്കൊടുക്ക്. അല്ലേ പിന്നെ ഇങ്ങനെയൊക്കെ എന്നെ കുട്ടികള് വരകിയ തന്നെ തിന്നല്. ഇതൊക്കെ തിന്നിട്ട് നമ്മളൊക്കെ വലുതായേ. കുട്ടികൾക്ക് കൊടുത്താൽ നല്ലതാ അല്ലേ? യാര് തിന്നണ്ട്. ഇപ്പൊ സ്വന്തമൊക്കെ ഉണ്ടാക്കിയിട്ട് പരീക്ഷിക്കാട്ടോ കുട്ടീന്റെ മേലെ. ഞാൻ ഇതിന് ഉത്തരവാദിയല്ല. അപ്പന്റെ ഒരു സ്പൂൺ വേണോ യാരുവിന്? ഓളെ സ്പൂൺ തന്നെ അവള് തിന്ന് കയറിയില്ല. എന്നിട്ടാ പപ്പന്റെ സ്പൂൺ നോക്കിയാ. യാരാ പപ്പന്റെ ഒരു ടേസ്റ്റും ഇല്ല. നമുക്ക് വേണോ ഏകദേശം പപ്പന്റെ ഇരുന്ന്? മീശ എന്നാ വെള്ളം. വെള്ളം എന്ന് പറഞ്ഞ അപ്പം വയറുക്കൂട്ടോ. വെള്ളം കണ്ടോ? ഇതിന് മാത്രം എവിടുന്ന ഈ വെള്ളം തുറക്കണെന്ന്. വെള്ളം വെള്ളം വെള്ളം. അപ്പൊ എന്തായാലും ഞമ്മള് തിന്നു കഴിഞ്ഞോ? ഞമ്മളിത് തിന്നു കഴിഞ്ഞു. ഈ ആര മദർ റിമൈനിങ് അല്ലേ ഹിബ? ഹിബന്റെ തിന്നു കഴിഞ്ഞോ? ഓ ഹിബ അതേ ഫിനിഷ് ചെയ്ത് വെച്ചാണ് അല്ലേ ഗൈസ്? അപ്പൊ എന്താ ഹിബ ഇതിനും കൊണ്ട് എങ്ങോട്ടാണ്? വേറെ ചുറ്റി അടിക്കണല്ലോ അല്ലേ? ഫുഡ് കഴിക്കാൻ ഗൈസ് ഇവിടെ. ഓ അതെ അതെ, കഞ്ഞി കുടിക്കാനല്ലേ പോണേ അല്ലേ? വെരി ഗുഡ് ഗൈസ്. അപ്പം നമ്മൾ ഉച്ചക്കത്തുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി പോണ. പക്ഷെ ആരെ കുറേ നേരം കിടന്നുറങ്ങി അല്ലേ? എന്താണ് നോക്കണത് യാരു? നമുക്ക് ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാം അല്ലേ? 5 സ്റ്റാർ ഹോട്ടലിലല്ലേ പോകാം. ഓ 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് നമുക്ക് ബീച്ചിൽ പോയിട്ട് ലഞ്ച് കഴിക്കാം അല്ലേ? ലഞ്ചിന് എന്താന്നുള്ളത് നമ്മൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ. യാരവിടെ ബീച്ച് കണ്ടിരിക്കട്ടോ. യാരു ബീച്ച് ഇഷ്ടപ്പെട്ടോ? ഈ ബീച്ച് നല്ല വ്യൂ ആട്ടോ. ബാക്കിലൊരു നമ്മളൊരു ഇതൊക്കെ ഉണ്ട്, കണ്ടില്ലേ? മുന്നിൽ കൊക്കുകളൊക്കെ മുന്നിലാണെങ്കിൽ നല്ല വൈബാണ്. ഓവർ തിരക്കില്ലാത്തൊരു ബീച്ചാണ്. കൊക്ക് കൊക്ക്. മലപ്പുറത്ത് ബീച്ച് ഒന്നുമില്ലേ? മലപ്പുറത്ത് ഏതാ ബീച്ച്? താനൂര് ബീച്ച് മാത്രം, പിന്നെ ചാവക്കാടല്ലേ. നമുക്ക് ലഞ്ച് ബോക്സ് ഉണ്ട് കേട്ടോ. ലഞ്ച് ബോക്സ് ഒക്കെ ഉണ്ട്. എടുത്തോ സെറ്റ് ചെയ്തോ. എന്താ ഹിബ ഉള്ളത്? നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? സംതിങ് സൂപ്പാണ് തോന്നുന്നത്. ഞാനൊക്കെ എന്താ കഞ്ഞിയോ? മോനെ ആരൊക്കെ കഞ്ഞിണ്ട്. ഞമ്മളത് ഞാൻ ഈ കുപ്പിയിലാക്കി എടുത്തത്. കുപ്പി ഉപ്പ് വേണേ? ഉപ്പൊന്നും എടുത്തില്ലേ? ഉപ്പിലാണ് കഞ്ഞി കുടിക്കൂലോ. അച്ചാറുണ്ടോ? ഒന്നുമില്ല. അച്ചാറില്ലേ? പപ്പടം. യാര പപ്പടും അച്ചാറൊക്കെ കൂട്ടിട്ടാ കുടിക്കല്. ഞാൻ കുറച്ച് കുടിക്കുള്ളൂ. എനിക്ക് കഞ്ഞി ഉപ്പിലാണെങ്കിൽ കുടിക്കാനല്ലേ ഛർദ്ദിക്കാൻ വരും. മതി മതി മതി. എന്തത് മിക്സിയിലിട്ട് അടിച്ച കഞ്ഞിയാലേ? ഉരുപ്പ് കാരണം അപ്പൊ ഞാൻ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവാണ്. ഓ ഇവക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് എന്ന് തോന്നുന്നു. ഉപ്പില്ലാത്ത കഞ്ഞിയില് പൊട്ടറ്റോ കൂട്ടി അടിച്ചത്. ഓ ഇതിലെന്താ? ഇത് ഉരുളക്കിഴങ്ങുണ്ട്. എന്താ കാടിനൊക്കെ എന്തിനാ എനിക്ക് എന്താണ്? ഓട് നമ്മൾ തിന്നണ്ടേ മോനെ? കുറച്ച് ഞാനും തരാം എനിക്ക്. മോനെ ഇത് എന്തൊക്കെ ഉള്ളത്? ഞാൻ ഇതില് പ്രോ ആണ്. ഞാൻ എന്നും യാരൊക്കെ കുടിക്കുമ്പോ ബാക്കി ഉണ്ടെങ്കിൽ ഞാനാ കുടിക്കൽ. എന്താ
ഇങ്ങനത്തെ ഈ സാധനം അടിച്ചെങ്കിൽ ഞാൻ ഛർദിക്കാൻ അലിഞ്ഞു തിന്നായില്ലേ എന്നാല് കുറച്ച് ഇത് തരുമോ? കുറച്ച് യാരൊക്കെ കൊടുക്കാം നമുക്ക്. കഞ്ഞി വേണോ? കട്ട സീന് സാധനം കേട്ടോ. മതി വേണ്ട. എനിക്ക് കുടിക്കാനില്ല. ലേശം ഉപ്പ് എടുത്തൂടെ? ഞാൻ യാറിന്റെ ഫുഡ് എടുത്ത്, ഞാൻ വേറെ ഒന്നും കരുതിയിട്ടില്ല. അയ്യോ, ഇതിന് തന്നെ കൊടുത്താളാ ബാക്കി. കഞ്ഞി കുടിക്കാൻ പറ്റുന്നില്ല, സീനാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെ കുടിച്ചേ. ഇവൾക്ക് ബിരിയാണിന്റെ ടേസ്റ്റ് ഒന്നും അറിയായിട്ടാണ്. ഒരു പ്രാവശ്യം റഹ്മത്ത് കൊണ്ടുപോയാൽ മതി, പിന്നെ കുടിക്കൂല. ഇല്ലാത്ത അലമ്പ്, ഒരു രക്ഷയില്ല ഈ അലമ്പ് കഞ്ഞി കുടിച്ചിട്ട്. അല്ല ഹിബ, എന്താ ഇതിന് ടേസ്റ്റ് ഉണ്ട്. ഉപ്പും മധുരവും പുളിയൊന്നും ഇല്ലാത്ത സാധനങ്ങൾ തിന്നുന്നത് ഭയങ്കര ഹെൽത്തിയാണ്. പപ്പനൊക്കെ കുടിച്ച് സഹിപ്പിച്ചല്ലോ അല്ലേ? മോള് നല്ല മോളാ പപ്പന്റെ. ഞാൻ ഇതിൽ തോറ്റി, എന്നെ കൊണ്ട് കഴിയില്ല ഈ ലഞ്ച് കുടിക്കാന്. യാർക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. ബീച്ചിന്റെ അവിടെ വന്ന് നല്ല ശാന്തമാണ് എപ്പോഴും. യാര എന്താണ് ഗൈസ്, അപ്പൊ യാർക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് ഏതെങ്കിലും ഷോപ്പ് കയറണം, എന്നിട്ടാക്കാം അടുത്ത എന്താണ് ഇനി അടുത്ത എന്താ ഡിന്നറാ. അപ്പൊ അങ്ങനെ നമ്മള് യാർക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് നമ്മളിവിടെ വന്നിട്ട് ഫസ്റ്റ് ക്രൈയില് വാങ്ങാൻ പോയിട്ടുണ്ട്. അപ്പം യാരിന്റെ കയ്യിൽ കിടന്ന് നോക്കാണ്, നല്ല ഉറക്കാണ്. ഇവനെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിക്കാൻ വിട്ടു. ഓളാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങി തന്നോളൂ. ഇനിയിപ്പോൾ ഞാൻ അവിടെ പോയി പർച്ചേസ് ചെയ്താൽ അതല്ല ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പിക്കും. ഞാൻ കൊണ്ട് ഉടനെ പോയി പർച്ചേസ് ചെയ്തോട്ടെ ഞാൻ വിചാരിച്ചു. ഇതാ സാധനമൊക്കെ വാങ്ങിയിട്ട് ഇതാ അമ്മ വരുന്നുണ്ട്, ഐറ്റംസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സാധനം കിട്ടിയില്ലേ? എന്നാ പോവല്ലേ? കമോൺ കമോൺ, വേഗം വരൂ. അപ്പൊ ഗൈസ് ഇത്രയായിട്ടുണ്ട്. നമ്മൾ പുറത്തൊക്കെ പോയി വന്നപ്പോൾ ലേറ്റ് ആയി. അപ്പൊ യാരൊക്കെ നമ്മള് സ്നാക്സും അതുപോലെ ഡിന്നറും ഒരുമിച്ച് കൊടുക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ യാറിന്റെ സ്നാക്സ് ആയ ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്ട്രോബെറി. ഓക്കെ, സീനുള്ളിൽ സ്ട്രോബെറി നിറയ്ക്കാണ് അല്ലേ? അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമ്മൾ സ്ട്രോബെറി ആണ് നിറച്ചത്. എങ്ങനെ നിറക്കേണ്ടി വെച്ചാല് ഇവിടെ ഒരു ടോപ്പ് ഉണ്ട്, ഇതിങ്ങനെ ഊരി. ഈ ടോപ്പ് ഉണ്ട്. ആദ്യം ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് നല്ല ചുടുവെള്ളത്തിലിട്ട് കഴുകാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ. ഫ്രൂട്ട് നിബ്ലറോ? ഫ്രൂട്ട് നിബ്ലർ. ഓക്കെ, അപ്പൊ യാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ഐസ്ക്രീം ഒക്കെ തിന്നുമ്പോ അവർക്ക് ഇതായത് കൊടുത്തിട്ട് നമുക്ക് വിലക്ക് പറ്റിക്കാം. യാരോ ഇതാ യാര നല്ല തിന്നിട്ടോ, അത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇനി അമ്മക്കോ? നമുക്ക് തന്നെ ഫസ്റ്റ് കണ്ടുപോയിരിക്കണതാ ഇതുപോലത്തെ. എല്ലായിടത്തും പല പല കളറാണ്. ഇന്റെ ഫസ്കൊക്കെ ഓറഞ്ച്, ഞാൻ നീല, യാര നീല. യാര എങ്ങനെയുണ്ട് ഈ സ്ട്രോബെറി? ഇഷ്ടായോ? എന്താ ഈ എക്സ്പ്രഷൻ? മമ്മക്ക് വിടും, മമ്മ തിന്നട്ടെ. ഇത് നല്ല കട്ട് ചെയ്തിട്ടാണ് നല്ല സുഖത്ത് തിന്നേന്. ഗൈസ്, അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഫ്രൂട്ട് നിബ്ലർ ഒക്കെ ഇതാക്കാൻ. പിന്നെ ഞാനും നല്ല വൈബ് സാധനം. ഇതിൽ നല്ല ജ്യൂസ് ഒക്കെ നിറച്ച അടിപൊളിയായിരിക്കും. ഇത് കുടിക്ക്, തിന്ന്. നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് കൊള്ളാം. ഓക്ക് വസ്കാക്കന്റെ വേണം. നല്ല സ്ട്രോബെറിയാ. ഇത് വേണോ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇത് അടിപൊളി സാധനം കേട്ടോ. എന്താണ് നമ്മള് ഫ്രൂട്ട്സ് ഒക്കെ ഇതിലിടാണെങ്കിൽ കുരു ഇതിൽ കൊടുക്കും, നമുക്ക് എക്സ്ട്രാക്ട് കിട്ടും. ഇതെല്ലാരും വീട്ടിൽ വാങ്ങി പരീക്ഷിച്ചാൽ മതി അല്ലേ? നിന്റെ വെള്ളം ഇതാ? അതല്ല, നീല. പുതിയത്. നല്ല ടേസ്റ്റ്. അപ്പൊ എന്തായി ഹിബ, ഫ്രൂട്ട് നിബ്ലറൊക്കെ എടുത്തിട്ട് പരിപാടി എന്തായി? വെള്ളക്കുപ്പി ഉണ്ട്. വെള്ളക്കുപ്പിയൊക്കെ ആരും പേടിക്കാണ്ട, പുതിയ നിപ്പിള് വാങ്ങി നമ്മൾ എടുത്തതാണ്. എനക്കുമുണ്ട് ഗൈസ്, എനിക്ക് ഗ്ലാസിന്റെ ആണ്. നോക്ക് കേട്ടോ, യാരന്റെ ഗ്ലാസിന്റെ കണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട്. ഹായ് ഹിബ, എനിക്ക് ഇനി മുതലേ ഫുഡിന് ഇങ്ങനെ മതി വെള്ളം, ഒരു വൈബ്. ഞങ്ങൾക്കോ യാരും കുടിക്കണ്ടല്ലോ. യാര കുടിച്ചോ? യാര കുടിക്കണ? ഹിബ, എനിക്കിത് മതി കേട്ടോ ഹിബ, ബ്രേക്ക്ഫാസ്റ്റ്.
അല്ല ഡിന്നർ ഉണ്ട് ഓസ്കാക്ക, ഡിന്നർ ഉണ്ട്. ഡിന്നർ എനിക്ക് ഇത് മതി ഹിബ. ഡിന്നർ എന്താ? മുത്താറി എനിക്ക് മതി ഹിബ, ഞാൻ ഡിന്നർ കഴിക്കാറില്ല, ഞാൻ ഇപ്പൊ ഡയറ്റ് ആയതിനെ കൂടി. വേണ്ട ഓസ്കാക്ക, എന്തായാലും നോ നോ നോ, ഞാൻ നിർത്തി ഗൈസ്. എനിക്ക് ഫ്രൂട്ട്സ് ആണ്, നമ്മള് ഡയറ്റ് ചെയ്യണം. എനിക്ക് 30 ആയല്ലോ പേജ് ഒക്കെ, അപ്പൊ ഭയങ്കര പ്രശ്നമാണ്. അല്ല ഓസ്കാക്ക, ഞാൻ ഉണ്ടാക്കി പോയി. നീ കഴിച്ചോ? ആണ്ട എന്റെ ആരോഗ്യം നന്നാവട്ടെ. ആണ്ട ഇക്കാണ്ട. എനിക്ക് നല്ല സ്ട്രോബെറി ജ്യൂസ് കിട്ടി, എനിക്ക് മതി ഗൈസ്. അപ്പം നമ്മളിതാ ഡിന്നർ എന്താണ് ഫസ്കാക്ക് കള്ള ഈ ചലഞ്ചിൽ തോറ്റ്. എനിക്ക് ഫ്രൂട്ട്സ് മതി, ഞാൻ ഡയറ്റ് ആന്ന് ഞാൻ പറഞ്ഞില്ലേ ഹിബ. കളിക്കല്ലേ ടോസ്കാക്ക. ഹിബ മുത്താറി, ഇതെന്താ മുത്താറി വരികതാ ഹിബ. ഇപ്പൊ ഇതാ മുത്താറി ഡിന്നർ കേട്ടോ. ഹിബക്ക് ഇതാ വേറെ സ്പൂൺ ഉണ്ട്, യാർക്ക് വേറെ സ്പൂൺ. മുത്താറി ഇതാ യാരിന്റെ സ്വന്തം സാധനം മുത്താറി അല്ലേ ഹിബ. നെഞ്ചത്തായതൊക്കെ ഇതാ ഞാൻ നല്ല വൃത്തിക്ക് കേക്ക് സൂക്ഷിക്കണം എന്റെ കുട്ടീനെ. ഹനുമാൻ കഥ നോക്കിയ മുത്താറിന്റെ കൂടെ സ്ട്രോബെറി മിക്സ് ഭയങ്കരം തന്നെ യാരായി കേട്ടോ. ഹിബ തിന്ന്, ഞാൻ ഇല്ലല്ലേ ഇനി ഈ തിന്ന്. എനിക്ക് വലിയ ഇഷ്ടമായി ഇത് എനിക്ക് ഹിബ എനിക്കും കൂടി വേണ്ടിയിട്ടാണ് തിന്നണ മുത്താറി. എനിക്ക് കാണിക്കണ്ട, ഒരു സ്പൂൺ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം. പലതരം നമ്മൾ ഇതിന്റെ മുന്നേ മത്തിക്കറി അലുവിയും വരെ തിന്നു, പക്ഷെ ബേബി ഫുഡിന്റെ പൊന്നെ ഒരു രക്ഷയില്ല. രാവിലെ തിന്ന ഫുഡിനെക്കാട്ടി അലമ്പില്ല മോനെ, മധുരം ഇല്ല. സീന് സാധനം കേട്ടോ ഗൈസ്. അപ്പൊ എന്തായാലും ഇവിടെ നമ്മളെ ഡിന്നർ അങ്ങനെ ഫിനിഷ് ആയിക്കൊണ്ട് നിൽക്കുകയാണ് അല്ലേ. ഡിന്നറും സ്നാക്സും ഒപ്പറ നമ്മൾ കൊടുത്തത്. ഇതാണ് നമ്മളെ സ്നാക്സ്, ഇതാണ് നമ്മുടെ ഡിന്നർ അല്ലേ ഹിബ. ഒരു ദിവസം മൊത്തം തിന്ന്, ഓ മൈ ഗോഡ്. അപ്പൊ നിങ്ങൾ വീട്ടിൽ എന്തായാലും ഇതൊക്കെ ട്രൈ ചെയ്യാം. ബേബി ഫുഡ് ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം, നിങ്ങളും അനുഭവിക്കണം അല്ലേ. അതെ. അപ്പൊ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ നമ്മളെ ബേബി ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് വീഡിയോ. എന്തായാലും വീഡിയോ ഇഷ്ടമാണ് എന്തായാലും ലൈക്ക് ചെയ്യാം. യെസ് ഗൈസ്, അപ്പോൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം, നല്ല ബെല്ലൈക്കണൊക്കെ അടിച്ചു പിടിക്കാം. നമ്മൾ മറ്റു വീഡിയോസ് ആയിരിക്കും. ബൈ ബൈ.